പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം കാസാമാർത്തയിലേക്ക് നടന്നു ചെന്ന പാപ്പ അവിടെ കോൺക്ലേവിൽ ആരോ ഉപേക്ഷിച്ച് ഒഴിഞ്ഞുകിടന്നിരുന്ന മുറി കണ്ടു. തനിക്ക് ആ മുറി മതി. തനിക്ക് വത്തിക്കാൻ കൊട്ടാരത്തിലെ മുറി തനിക്ക് ആവശ്യമില്ല. ഇത് കേട്ടുനിന്നവർക്ക് അത്ഭുതമായി. കാരണം അത് വർക്കേഴ്സിൻ്റെ ഏരിയ ആയിരുന്നു. അങ്ങനെ തൻ്റെ പ്രവൃത്തിയിലൂടെ ആദ്യ നാളുകളിൽ തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കിയ പാപ്പ തൻ്റെ വാക്കുകളിലും നിലപാടിലും പ്രവൃത്തിയിലും പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്ന പാപ്പ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആടുകളുടെ മണമുള്ളവനായി മാറിയ പാപ്പ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട എൻ്റെ മനസ്സ് പാവപ്പെട്ടവരുടെ കൂടെയാണെന്ന് പറഞ്ഞ പാപ്പ ആഡംബര വാഹനങ്ങൾ ഒഴിവാക്കിയും ഭക്ഷണം സ്വയം പാകം ചെയ്തും മാറ്റങ്ങളുടെ ജനകീയനായ പാപ്പ ബാലപീഡനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത പാപ്പ. അങ്ങനെ ഒത്തിരിയേറെയുണ്ട് ഈ പാപ്പയെക്കുറിച്ച് പറയുവാൻ. ഈ ആധുനിക യുഗത്തിൽ വിശുദ്ധനായ ഈ പാപ്പയുടെ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിച്ച നല്ല ദൈവത്തിന് ഒരുപാട് നന്ദി.